മലയാള സിനിമ സാക്ഷ്യം വഹിച്ചത് മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങളെക്കാൾ ഉപരി ഇരുവരുടെയും സൗഹൃദം കൂടിയായിരുന്നു. ഇതുവരെ കോടി ക്ലബിൽ ഇല്ലാത്ത മമ്മൂട്ടിയെ പുതുതലമുറയിലെ നായകന്മാരുമായി താരതമ്യം ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തുന്ന ട്രോളുകൾക്ക് വ്യത്യസ്തമായ കഥാപാത്രങ്ങളും പരീക്ഷണ ചിത്രങ്ങളും വർഷാവർഷം മികച്ച നടനുള്ള അവാർഡ് നേടിയുമാണ് മമ്മൂട്ടി മറുപടി നൽകുന്നത്. കടുത്ത ബോഡി ഷെയ്മിങ്ങും തുടർച്ചയായി വന്ന പരാജയ ചിത്രങ്ങളുടെ പരിഹാസത്തിനും തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന ചിത്രത്തിലൂടെയാണ് മോഹൻലാൽ മറുപടി നൽകിയത്. മമ്മൂട്ടിയും മോഹൻലാലും ഇല്ലാത്തൊരു മലയാള സിനിമ മലയാളികൾക്ക് ചിന്തിക്കാൻ തന്നെ കഴിയില്ല. പതിറ്റാണ്ടുകളിലേറെയായി ഇന്ത്യൻ സിനിമയുടെ തന്നെ മുഖമുദ്രയായി മാറിയ രണ്ട് താരങ്ങളാണ് മമ്മൂട്ടിയും മോഹൻലാലും. മാറിയ സിനിമയുടെ പുതുതലമുറയുടെയും അമരത്ത് ഇന്നും അവർ ഇരുവരും നിറസാന്നിധ്യമാണ്. നെപ്പോട്ടിസവും കോടി ക്ലബ്ബുകളും താരങ്ങളുടെ മൂല്യം നിർണ്ണയിക്കുന്ന ഈ കാലഘട്ടത്തിലും മമ്മൂട്ടിയും മോഹൻലാലും ഇല്ലാത്തൊരു മലയാള സിനിമ മലയാളികൾക്ക് ചിന്തിക്കാൻ തന്നെ കഴിയില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അടുത്തിടെ ഇരുവരും ഒന്നിച്ചെത്തിയ മഹേഷ് നാരായണൻ ചിത്രം പാട്രിയോട്ട് നേടിയ വിജയം. ഇരുവരുടെയും പേരിൽ നടക്കുന്ന ഫാൻ ഫൈറ്റുകളും നമ്മൾ ദിനം പ്രതി കാണുന്നതാണ്. ഇതുവരെ കോടി ക്ലബിൽ ഇല്ലാത്ത മമ്മൂട്ടിയെ പുതുതലമുറയിലെ നായകന്മാരുമായി താരതമ്യം ചെയ്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ നടത്തുന്ന ട്രോളുകൾക്ക് വ്യത്യസ്തമായ കഥാപാത്രങ്ങളും പരീക്ഷണ ചിത്രങ്ങളും വർഷാവർഷം മികച്ച നടനുള്ള അവാർഡ് നേടിയുമാണ് മമ്മൂട്ടി മറുപടി നൽകുന്നത്. ഒടിയൻ എന്ന ചിത്രത്തിനു വേണ്ടി മോഹൻലാൽ നടത്തിയ സർജറിക്ക് ശേഷം കടുത്ത ബോഡി ഷെയ്മിങ്ങും തുടർച്ചയായി വന്ന പരാജയ ചിത്രങ്ങളുടെ പരിഹാസത്തിനും തരുൺ മൂർത്തി സംവിധാനം ചെയ്ത തുടരും എന്ന ചിത്രത്തിലൂടെയാണ് മോഹൻലാൽ മറുപടി നൽകിയത്. ബോഡി ട്രാൻസ്ഫോർമേഷനും മാസ് അഭിനയ മുഹൂർത്തങ്ങളും സമ്മാനിച്ച ചിത്രത്തിലൂടെ മോഹൻലാൽ ഇനിയും മലയാള സിനിമയിൽ തുടരുമെന്ന ആ ഫാൻ ബോയ് കാണിച്ചു തന്നു. അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ. മമ്മൂട്ടിയാണോ മോഹൻലാലാണോ ഏറ്റവും മികച്ചതെന്ന ചോദ്യം നേരിടാത്ത മലയാളികളും സിനിമാ പ്രേമികളും തന്നെ കാണില്ല. യഥാർത്ഥത്തിൽ ആരാണ് മികച്ചത്? എന്താണ് ഇരുവരെയും മലയാള സിനിമയുടെ നട്ടെല്ലായി മാറ്റിയത്? 70കളുടെ കാലങ്ങളിലാണ് ഇരുവരും സിനിമയിലേക്ക് എത്തുന്നത്. തിരക്കുള്ള ഒരു നടനാവുക, ക്ലിന്റ് ഈസ്റ്റ്വുഡ് കൗബോയ് ചിത്രങ്ങളിലെ പോലെ തൊപ്പിയും വെച്ച് കുതിരപ്പുറത്ത് കയറി വരുന്ന നായകൻ, അത്തരമൊരു സ്വപ്നമായിരുന്നു സിനിമ മോഹിച്ച് നടന്ന കാലത്ത് മമ്മൂട്ടി കണ്ടിരുന്നത്. എന്നാൽ ഇത്ര കാലത്തിനിടയ്ക്കും അത്തരമൊരു വേഷം തനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മമ്മൂട്ടി ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്. വർഷം 1971. KS സേതുമാധവൻ തോപ്പിൽ ബാസി കൂട്ടുകെട്ടിൽ പറഞ്ഞ അനുഭവങ്ങൾ പാളിച്ചകൾ മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിലെ ആദ്യ കാൽവെപ്പ്. ചിത്രത്തിൽ റിഫ്ലക്ടറിന്റെ വെളിച്ചത്തിൽ കണ്ണു തുറക്കാൻ ബുദ്ധിമുട്ടി ഓടി വരുന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു തുടക്കം. 1973 K. നാരായണൻ ശ്രീകുമാരൻ തമ്പി ചിത്രമായ കാലചക്രം. വേഷം ഒരു കടത്തുകാരൻ. ആ ചിത്രത്തിൽ തന്നെയായിരുന്നു മമ്മൂട്ടിയുടെ ആദ്യ ഡയലോഗും. 1980 വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിൽ മാധവൻ കുട്ടി മേനോൻ എന്ന ശ്രദ്ധേയമായൊരു വേഷം മമ്മൂട്ടി ചെയ്യുന്നു. നൽകിയത് MT. അതേ വർഷം തന്നെ ഹിറ്റ് സംവിധായകനായ KG ജോർജിന്റെ മേള സംഭവിക്കുന്നു. ചിത്രത്തിൽ മോട്ടോർ സൈക്കിൾ അഭ്യാസിയായി വിജയൻ എന്ന വേഷത്തിൽ മമ്മൂട്ടി. ചിത്രം ശ്രദ്ധേയമായതോടെ മമ്മൂട്ടിയും ശ്രദ്ധിക്കപ്പെടുന്നു. പിന്നീട് 1981 PG വിശ്വംഭരൻ എന്ന ഹിറ്റ് മേക്കറിനൊപ്പം സ്ഫോടനം. സുകുമാരൻ, സോമൻ, സീമ ഒപ്പം പ്രധാന വേഷത്തിൽ മമ്മൂട്ടിയും. എന്നാൽ ഒരു തിരുത്ത്, സജിൻ എന്ന പേരിലാണ് ചിത്രത്തിൽ മമ്മൂട്ടി എത്തിയത്. അതിനുശേഷം 1981 PK ജോസഫ് സംവിധാനം ചെയ്ത ഊതിക്കാച്ചിയ പൊന്ന് ചിത്രത്തിൽ ശങ്കറിനൊപ്പം മമ്മൂട്ടിയും അഭിനയിക്കുന്നു. കൂടാതെ ഒരു തമിഴ് ചിത്രത്തിന്റെ റീമേക്കായി മുന്നേറ്റം എന്ന ശ്രീകുമാരൻ തമ്പി ചിത്രം. രതീഷിനൊപ്പം രാജപ്പൻ എന്ന കഥാപാത്രമായി മമ്മൂട്ടി. പക്ഷെ ആ ചിത്രം പുറത്തിറങ്ങിയില്ല. എന്നാൽ മമ്മൂട്ടിയിലെ നടൻ സിനിമയും അഭിനയവും കൂടുതൽ പഠിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ വർഷം IV ശശിയുടെ തന്നെ 2 ചിത്രം തൃഷ്ണയും അഹിംസയും സംഭവിക്കുന്നു. ചിത്രത്തിൽ സമ്പന്നനും അല്പം കുരുത്തക്കേടുമുള്ള ദാസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടിക്കായി MT ഒരുക്കിയത്. മമ്മൂട്ടിയുടെ സിനിമാ ജീവിതത്തിലെ ആദ്യ നായക വേഷമായിരുന്നു തൃഷ്ണയിലേത്. കേരളത്തിലെ ഹിന്ദു മുസ്ലിം രാഷ്ട്രീയത്തെയും ചില ഫ്യൂഡൽ പ്രഭുക്കന്മാരുടെ പ്രേരണയാൽ സൃഷ്ടിക്കപ്പെട്ട സംഘർഷങ്ങളെയും കുറിച്ച് സംസാരിക്കുന്ന ചിത്രമായിരുന്നു അഹിംസ. ചിത്രത്തിൽ വാസു എന്ന കഥാപാത്രമായി മമ്മൂട്ടി നിറഞ്ഞാടിയപ്പോൾ ആ വർഷത്തെ കേരള സംസ്ഥാന സർക്കാരിന്റെ മികച്ച 2ാമത്തെ നടനുള്ള പുരസ്കാരം മമ്മൂട്ടിയെ തേടിയെത്തി. അതായിരുന്നു മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിന്റെ ആദ്യ അംഗീകാരം. അതേ വർഷം നവോദയ അപ്പച്ചന്റെ നിർമ്മാണത്തിൽ ഒരു പുതിയ സംവിധായകൻ മലയാള സിനിമയിലേക്ക് കാൽവെക്കുന്നു. മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകനായി പിൽക്കാലത്ത് തിളങ്ങിയ ഫാസിൽ. ഫാസിലിന്റെ ആദ്യ ചിത്രം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. മോഹൻലാലിന്റെ പ്രതിനായക വേഷം. ശങ്കർ നായകനായ ചിത്രത്തിൽ സംശയരോഗിയും സാഡിസ്റ്റുമായ നരേന്ദ്രൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത്. മലയാള സിനിമയിലെ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഹിറ്റ് ചിത്രമായി മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. മലയാള സിനിമയിലെ തന്നെ കൾട്ട് ക്ലാസിക്കാണ് ചിത്രം.
അതിനുശേഷം നിരവധി വില്ലൻ കഥാപാത്രങ്ങളാണ് മോഹൻലാലിനെ തേടിയെത്തിയത്. 1981 ബോബൻ കുഞ്ചാക്കോ നിർമ്മിച്ച് സംവിധാനം ചെയ്ത സഞ്ചാരിയായിരുന്നു മോഹൻലാലിന്റെ അടുത്ത ചിത്രം. PK സാരംഗമാണിയാണ് ഇതിൽ രചന നിർവഹിച്ചത്. പ്രേം നസീർ, ജയൻ, KP ഉമ്മർ, മോഹൻലാൽ, അടൂർ ബാസി എന്നിവർ ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തി. KJ യേശുദാസ് സംഗീതം നൽകിയ റസൂലേ നിൻ കനിവാളെ എന്ന ഗാനത്തിലൂടെയാണ് ഈ ചിത്രം ഏറ്റവും പ്രശസ്തമാകുന്നത്. 1981 S തങ്കപ്പന്റെ വേനലിൽ വിടർന്ന പൂക്കൾ എന്ന കഥയെ അടിസ്ഥാനമാക്കി ബാലു കിരീട് രചനയും സംവിധാനവും നിർവഹിച്ച തകില് കൊട്ടാമ്പുറം. 1981 ഫാസിൽ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ബോബൻ കുഞ്ചാക്കോ നിർമ്മിച്ച ഒരു മലയാള ചിത്രമാണ് ധന്യ. ശ്രീവിദ്യ, മോഹൻലാൽ, ജഗതി ശ്രീകുമാർ, നെടുമുടി വേണു എന്നിവർ ഈ ചിത്രത്തിൽ അഭിനയിച്ചു. കുട്ടിക്കാലത്ത് ഒരു ചെറിയ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുന്ന കുഞ്ചാക്കോ ബോബന്റെ ആദ്യ ചിത്രം കൂടിയായിരുന്നു ഇത്. ജോൺ പോൾ തിരക്കഥ എഴുതി നെടുമുടി വേണു, പ്രേം നസീർ, സുമലത, മോഹൻലാൽ, റാണി പത്മിനി എന്നിവർ അഭിനയിച്ച് 1981 പുറത്തിറങ്ങിയ ചിത്രമാണ് തേനും വയമ്പും. അശോക് കുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രത്തിൽ രവീന്ദ്ര മാസ്റ്റർ സംഗീതം നൽകി. 1981 പുറത്തിറങ്ങിയ ധ്രുവസംഗമം എന്ന ചിത്രത്തിൽ ശങ്കരൻകുട്ടി എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത്. 1982 മലയാളത്തിലെ ആദ്യ 70mm ചിത്രമായ ജിജോ പുന്നീസ് സംവിധാനം ചെയ്ത പടയോട്ടം എത്തുന്നു. നിർമ്മാണം നവോദയ അപ്പച്ചൻ. നായകനായ വേഷത്തിൽ മോഹൻലാൽ ആദ്യമായി എത്തുന്ന ചിത്രം. പ്രേം നസീർ, മധു, ശങ്കർ, ലക്ഷ്മി, ജലജ എന്നിവരായിരുന്നു മറ്റ് പ്രധാന വേഷങ്ങൾ അവതരിപ്പിച്ചത്. എന്നാൽ മറ്റൊരാളുടെ വരവോടെ സംഭവം മലയാള സിനിമ പിന്നീട് അടയാളപ്പെടുത്തിയ ചരിത്ര നിമിഷമായി മാറുന്നു. അതെ, മോഹൻലാലിന്റെ അച്ഛൻ കഥാപാത്രമായി മമ്മൂട്ടി. ആ കാലത്ത് ശരാശരി ചെലവ് 15 ലക്ഷമായിരുന്നു ഒരു മലയാള സിനിമയുടെ നിർമ്മാണ ചെലവ്. 1 കോടി രൂപ നിർമ്മാണ ചെലവ് ഉണ്ടായിരുന്ന അതുവരെ നിർമ്മിച്ച ഏറ്റവും ചിലവേറിയ മലയാള ചിത്രമായി പടയോട്ടം മാറി. പടയോട്ടം നിർമ്മിക്കുമ്പോൾ 3 ഇന്ത്യൻ സിനിമകൾ മാത്രമേ 70mm ആയി ഉണ്ടായിരുന്നുള്ളൂ. ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു ആ ചിത്രം. അക്കാലത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമായി മാറി പടയോട്ടം. ഉയർന്ന നിർമ്മാണ ചെലവ് കാരണം ചിത്രം ലാഭകരമായ ഒരു സംരംഭമായിരുന്നില്ല. മമ്മൂട്ടി, മോഹൻലാൽ ഒന്നിച്ച ആദ്യ ചിത്രം എന്ന ചരിത്രം പടയോട്ടത്തിന്റെ കയ്യിൽ തന്നെ. പിന്നീടുള്ള വർഷങ്ങളിൽ മലയാള സിനിമ സാക്ഷ്യം വഹിച്ചത് മമ്മൂട്ടി, മോഹൻലാൽ ചിത്രങ്ങളെക്കാൾ ഉപരി ഇരുവരുടെയും സൗഹൃദം കൂടിയായിരുന്നു. അങ്ങനെ മലയാള സിനിമയിൽ ഒന്നുമല്ലാതെ വന്ന് തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ച ഈ 2 ചെറുപ്പക്കാരുടെ കഥകൾ മുന്നോട്ട് നമുക്ക് കാണാം.